മരണത്തിനും രോഗചികിത്സയ്ക്കും മുൻകൂറായി 18% ചരക്ക് സേവന നികുതി വ്യവസ്ഥ ചെയ്യുന്ന ധനബിൽ ബുധനാഴ്ചയാണ് ലോക്സഭ പാസാക്കിയത്. പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തമായ എതിർപ്പിനെയും ഭരണമുന്നണിയായ NDA നയിക്കുന്ന BJPയിലെ വിവേകത്തിന്റെ ശബ്ദങ്ങളെയും അവഗണിച്ചാണ് വലിയൊരു വിഭാഗം ജനങ്ങളെ തികച്ചും പ്രതികൂലമായി ബാധിക്കുന്ന ജീവൻ ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് ഭാരിച്ച GST വ്യവസ്ഥ ചെയ്യുന്ന ധനബിൽ മൂന്നാം മോദി സർക്കാർ പാസാക്കിയത്. മതിയായ സൗജന്യ ചികിത്സാ സംവിധാനങ്ങളോ സാമൂഹിക സുരക്ഷാ പദ്ധതികളോ ഇല്ലാത്ത രാജ്യത്ത് ഒരു വിഭാഗം ജനങ്ങൾ തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ജീവിതാരോഗ്യ സുരക്ഷയ്ക്കായി ആശ്രയിക്കുന്ന ഇൻഷുറൻസ് സംവിധാനത്തിൽ നിന്നും അവരെ അകറ്റാൻ ഉയർന്ന തോതിലുള്ള GST കാരണമാകുമെന്നാണ് ഗുണഭോക്താക്കളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ആശങ്ക. 2047 ആകുമ്പോഴേക്കും മുഴുവൻ ജനങ്ങളെയും ഇൻഷുറൻസ് പരിരക്ഷയിൽ കൊണ്ടുവരണമെന്നാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി വിഭാവനം ചെയ്യുന്നത്. അപ്പോഴേക്കും രാജ്യം വികസിത രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെടുമെന്നാണല്ലോ മോദി ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന ഭാവി സങ്കല്പം. കുതിച്ചുയരുന്ന ചികിത്സാ ചെലവുകളുടെയും സൗജന്യ പൊതു ആരോഗ്യ സംവിധാനങ്ങളുടെയും അഭാവത്തിൽ കൂടുതൽ ജനങ്ങൾ ആരോഗ്യ ഇൻഷുറൻസിനെ ആശ്രയിക്കാൻ തയ്യാറാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. ഇൻഷുറൻസ് രംഗത്തെ ആഗോള പ്രമുഖരിലൊന്നായ സ്വിസ് റീ സിഗ്മയുടെ ഒരു പഠനം ഇന്ത്യയുടെ ജീവൻ ആരോഗ്യ ഇൻഷുറൻസ് മേഖല ചുരുങ്ങി വരുന്നതായാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഉപഭോഗ വസ്തുക്കളായ പെർഫ്യൂമുകൾ, ചോക്ലേറ്റുകൾ എന്നിവയുടെ ഗണത്തിലാണ് ജീവൻ ആരോഗ്യ ഇൻഷുറൻസുകളെയും 18% നികുതിയുമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, ഔഷധങ്ങൾ എന്നീ അവശ്യ വസ്തുക്കൾക്ക് 5 മുതൽ 15% വരെയേ GST ചുമത്തിയിട്ടുള്ളൂ എന്നത് നികുതി ഘടനയിലെ വിരോധാഭാസമാണ് തുറന്നുകാട്ടുന്നത്. ജീവൻ ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് ഭാരിച്ച നികുതി ഈടാക്കുന്നതിന്റെ ന്യായീകരണമായി ധനമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്. ജീവൻ ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് ഭാരിച്ച നികുതി ഈടാക്കുന്നതിന്റെ ന്യായീകരണമായി ധനമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്. GST ആരംഭിക്കുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങൾ അവയുടെ മേൽ നികുതി ചുമത്തിയിരുന്നത്രേ. കഴിഞ്ഞ 3 വർഷങ്ങളിലായി ഈ ഇനത്തിൽ 24,000 കോടി രൂപ സമാഹരിച്ചതായും ധനമന്ത്രി പറയുന്നുണ്ട്. അതിന്റെ 73 മുതൽ 74% സംസ്ഥാന വിഹിതമായി തിരിച്ചു നൽകുകയാണത്രേ. എന്നാൽ ധനമന്ത്രി പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ കണക്കുകളാണ് BJPയുടെ IT വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന അമിത് മാളവ്യ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലുപരി ഇൻഷുറൻസ് കമ്പനികളുടെ പക്കൽ കുമിഞ്ഞുകൂടുന്ന ലക്ഷക്കണക്കിന് കോടി നിക്ഷേപം ഏതാണ്ട് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇൻഷുറൻസിൽ, വിശിഷ്യ ആരോഗ്യ ഇൻഷുറൻസിൽ നിക്ഷേപിക്കുന്ന പണം ജീവിതത്തിൽ ഒരുപക്ഷെ മാത്രം സംഭവിച്ചേക്കാവുന്ന രോഗാവസ്ഥയ്ക്കെതിരായ മുൻകരുതലാണ്. അക്കാരണത്താൽ തന്നെ ഈ നിക്ഷേപം അടിസ്ഥാന സൗകര്യ വികസന സംരംഭങ്ങൾക്കായി ദീർഘകാലത്തേക്ക് വിനിയോഗിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. എന്നാൽ സംസ്ഥാന വിഹിതത്തെ മറയാക്കി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരത്തെ ന്യായീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വിഷയത്തിൽ GST കൗൺസിലാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്ന പേരിൽ ധനമന്ത്രി കേന്ദ്രത്തിന്റെ നയപരമായ ഉത്തരവാദിത്തത്തിൽ നിന്നും കൈ കഴുകുകയാണ് ചെയ്തിരിക്കുന്നത്. ഇക്കൊല്ലത്തെ സമ്പൂർണ്ണ ബജറ്റിൽ ആരോഗ്യ കുടുംബക്ഷേമ വിഹിതം കഴിഞ്ഞ ബജറ്റിനേക്കാൾ 13% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ 97% മന്ത്രാലയ ചെലവുകൾക്കാണ് നീക്കിവച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ വേണം ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രാധാന്യവും പ്രസക്തിയും വിലയിരുത്തപ്പെടാൻ. ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള ബജറ്റ് വിഹിതം ഗണ്യമായി കുറയുകയും പൗരന്മാർ സ്വന്തമായ ചികിത്സാ ആവശ്യങ്ങൾക്കായി നടത്തുന്ന നിക്ഷേപത്തിന്മേൽ ദുർവഹമായ നികുതി ഭാരം ചുമത്തുകയും ചെയ്യുന്നത് ജനങ്ങൾക്കെതിരായ പകൽ കൊള്ളയാണെന്നതാണ് ഒരു വിഭാഗം പറയുന്നത്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ജീവൻ ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് മേൽ പ്രഖ്യാപിച്ച 18% നികുതി പിൻവലിക്കണമെന്ന് ധനമന്ത്രിയോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. പ്രതിപക്ഷവും പല സംസ്ഥാന മുഖ്യമന്ത്രിമാരും NDA സഖ്യകക്ഷികൾ തന്നെയും സമാന ആവശ്യം ഉന്നയിച്ചിരുന്നു. ജീവൻ ആരോഗ്യ ഇൻഷുറൻസുകളുടെ മേൽ ചുമത്തുന്ന ഭാരിച്ച നികുതി ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിനു മേൽ ചുമത്തുന്ന നികുതിയാണെന്ന് ഗഡ്കരി തന്റെ കത്തിൽ പറയുന്നുണ്ട്. പ്രതിപക്ഷ ഇന്ത്യ സഖ്യം പാർലമെന്റിനകത്തും കവാടത്തിലും വിഷയത്തിൽ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ അവയൊന്നും കണക്കിലെടുക്കാതെയാണ് ജനവിരുദ്ധമായ ബിൽ പാസാക്കിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെന്ന പേരിൽ ജനങ്ങളുടെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് പിഴ ഈടാക്കുന്ന സർക്കാർ ഇപ്പോൾ മരണത്തിനും രോഗാവസ്ഥയ്ക്കും നികുതി ഈടാക്കാൻ ഒരുങ്ങുന്നുവെന്ന് സാരം.